ഈ സിനിമകളിലൊക്കെ നിങ്ങൾ ടൈം മെഷീൻ എന്ന് കേട്ടിട്ടില്ലേ? അതായത് പ്രസൻറ്റിൽ നിന്നും പാസ്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈം മെഷീൻ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ടൈം മെഷീൻ യൂസ് ചെയ്യാതെ നിങ്ങളെ ഞാൻ പാസ്റ്റിലേക്ക് അങ്ങ് കൊണ്ടുപോവുക. വെൽക്കം ടു ആര്യസ്കോപ്പ് ഫൈൻസ്. ചെന്നൈയിൽ നിന്നും 25 കിലോമീറ്റർ മാറിയിട്ടാണ് ദക്ഷിണ ചിത്ര ഹെറിറ്റേജ് മ്യൂസിയം ഉള്ളത്. ഇവിടെ പോയി കഴിഞ്ഞാൽ ടൈം മെഷീൻ ഇല്ലാതെ തന്നെ 18th and 19th സെഞ്ചുറിയിലേക്ക് നമ്മളെത്തും. എന്തടിപൊളിയാ! അതായത് ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഹെറിറ്റേജ് മ്യൂസിയമാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള തമിഴ്നാട്, കേരള, ആന്ധ്രാപ്രദേശ്, കർണാടക ഇവിടുത്തെ പഴയ കാലത്തെ ഒരു കൾച്ചറും അവിടുത്തെ ഒരു ആർക്കിടെക്ചറും ഒക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. കൾച്ചറൽ ഇവൻറ്റ്സും ഒക്കെ അവിടെ നടന്നു പോകാറുണ്ട്. അപ്പം എങ്ങനെയാ ഇനിയിപ്പോൾ ടൈം മെഷീൻ കാത്തു നിൽക്കണോ? ജസ്റ്റ് ഒന്ന് ട്രെയിൻ പിടിച്ച് അങ്ങോട്ട് ചെന്നൈക്ക് വെക്കോ. അപ്പോൾ ഇതിൻ്റെ എൻട്രി ഫീ വരുന്നത് അഡൽറ്റിന് 200 റുപ്പീസാണ്, കിഡ്സിന് 150 or 100 ആണ്. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. ഇവിടുത്തെ കുറേ സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ മൂവിയിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ഒരു ഫീലുണ്ട് കേട്ടോ. നേരത്തെ കാന്താര മൂവിയിലൊക്കെ കണ്ട പല രൂപങ്ങളൊക്കെ ഇവിടെ കണ്ട പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ അവർ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു ഡോറുകളൊക്കെ ആയതുകൊണ്ട് തന്നെ തലയൊന്നും മുട്ടാതിരിക്കാൻ വേണ്ടി കണ്ടില്ലേ, എല്ലാത്തിനും പില്ലോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ 18 വീടുകളാണ് കേട്ടോ ഇതിനകത്തുള്ളത്. 18 വീടുകളും ഈ വീഡിയോയിലുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കണ്ട, അത്രയും ഞങ്ങൾക്ക് കാണാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ പോകുമ്പോഴത്തേക്കും ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് പോവാം. പേടിക്കേണ്ട, റെസ്റ്റോറൻറ്റ്സ്, കഫേ അങ്ങനത്തെ സംഗതികളെല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ അവൈലബിൾ ആണ്. സൗത്ത് ഇന്ത്യയിലെ ആൾക്കാരുടെ 18th 19th സെഞ്ചുറിയിലുള്ള റിച്വൽസും അവരുടെ വർക്കിങ്ങും അവരുടെ സാധനങ്ങളും ലാംഗ്വേജും ഇതെല്ലാം നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ കല്യാണ പരിപാടികൾ, ബേബി ഷവർ, സേവ് ദ ഡേറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കണ്ടക്ട് ചെയ്യാനും പറ്റും. മാത്രമല്ല ഒരുപാട് കൾച്ചറൽ ഇവൻറ്റ്സ് ഉണ്ട് കേട്ടോ. അതായത് പറയാട്ടം, ബൊമ്മലാട്ടം, പോട്ടറി മേക്കിംഗ്, പെയിൻറ്റിങ് ഇതെല്ലാം എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം, എന്നിട്ട് നമുക്കിതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ വലിയ രീതിയിൽ നമ്മുടെ പഴയ കാലത്ത് നെല്ല് കുത്തുന്ന സംഭവമില്ലേ, അതൊക്കെ കുത്തിയിട്ടുണ്ട്. വരുന്ന വഴി നിങ്ങൾക്ക് കാണാം. 1996 ഡിസംബർ 14 പൊതുജനങ്ങൾക്കായി തുറന്ന ഈ ഒരു മ്യൂസിയം സ്ഥാപിച്ചത് മദ്രാസ് കാർ ഫൗണ്ടേഷൻ ആണ്. മ്യൂസിയം നിയന്ത്രിക്കുന്നത് ഡെബോറ ത്യാഗരാജനാണ്. ആൻഡ് ഈ മ്യൂസിയം മൊത്തത്തിൽ 10 ഏക്കർ സ്ഥലമാണുള്ളത്. പണ്ട് പാട്ടത്തിനെടുത്ത് ചെയ്യിച്ചതാണെന്നാണ് കേൾക്കുന്നത്. ഞാൻ ഇതൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് അമ്പരന്ന് പോയിട്ടുള്ളൊരു നിമിഷം ഉണ്ടായിരുന്നു കേട്ടോ. ഈ കാണിക്കുന്നത് ആക്ച്വലി മാപ്പാണ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇതെല്ലാം കണ്ടു തീർക്കണമെങ്കിൽ ഇതിനു വേണ്ടി പ്ലാൻ ചെയ്തൊരു ദിവസം വരേണ്ടി വരും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു ഓട്ടപ്പാശലിനിടയ്ക്ക് ജസ്റ്റ് ഒന്ന് കയറിയെന്ന് മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാനിങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ പഴയ ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ താമസിച്ചു ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഇനി നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുമൊക്കെ ആവുമ്പോഴത്തേക്കും അവർ ചിലപ്പോൾ അത്ഭുതപ്പെടുമായിരിക്കും അല്ലേ. എന്തൊക്കെ ഓർത്തിട്ടായിരിക്കും? നമ്മുടെ കോവിഡൊക്കെ ഓർത്തിട്ടും, നമ്മളിപ്പോൾ ബൈക്കിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്, നമ്മൾ യൂഷ്വലായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും കുറേ വർഷം കഴിയുമ്പോഴത്തേക്കും അവർക്കും ഇതുപോലെ അത്ഭുതമൊക്കെ ആയിട്ട് മാറിയേക്കാം അല്ലേ. എൻ്റെ ഓരോരോ മണ്ടൻ ചിന്തകൾ. ഇതിൽ ചില വീഡിയോകളിലൊക്കെ കയറുമ്പോൾ നമുക്ക് ഭയങ്കര നൊസ്റ്റു ഫീൽ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ സിനിമകളിൽ കണ്ടു മറന്ന എന്തൊക്കെയോ ഒക്കെ ഓർമ്മ വരും കേട്ടോ. ഇതുപോലെ കളർ ലൈറ്റ്സ് ഒക്കെ ഉള്ള ജനലുകളൊക്കെ നല്ല രസമല്ലേ. പിന്നെ ഞങ്ങളെപ്പോലെ ക്യാമറ കൊണ്ടുപോകുന്നവരാണെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് ട്രൈപോഡ് യൂസ് ചെയ്യാനായിട്ട് അവർ സമ്മതിക്കത്തില്ല. മഹാബലിപുരത്തും സെയിം ആയിരുന്നു. അവരതുകൊണ്ട് എന്താ ഉദ്ദേശം സത്യം പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. ട്രൈപോഡ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ക്യാമറ യൂസ് ചെയ്യാം. പിന്നെ ഞാനൊരു ചെറിയൊരു സോറി പറയുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രൈപോഡ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം വീഡിയോസിനുണ്ട്. അതുകൂടാതെ തന്നെ ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണല്ലോ, അപ്പോൾ ക്യാമറയുടെ ലെൻസിൽ എനിക്കൊന്ന് വിയർപ്പ് തുള്ളി എന്തോ പറ്റിയിട്ട് ചെറിയൊരു മങ്ങലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ ഉള്ളതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണം. അടുത്ത വീഡിയോ തൊട്ട് നമുക്ക് സെറ്റാക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ പോട്ടറി മേക്കിംഗ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി ഈ പോട്ടറി വർക്ക്ഷോപ്പിൽ പോകണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വർക്ക്ഷോപ്പ് നമ്മൾ ടിക്കറ്റ് എടുക്കണം, കൂപ്പൺ എടുക്കണം, എന്നിട്ട് വേണം നമുക്ക് ചെയ്യാൻ. അപ്പോൾ നമുക്ക് അതിനുള്ള ടൈം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ ചെയ്തില്ല. പിന്നെ ഇവിടെ ട്രിപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലവ്ഡ് വൺസിന് വേണ്ടി എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിലും ഇവിടെ ഒരുപാട് ഹാൻഡ് മെയ്ഡ് സാധനങ്ങളും ക്രാഫ്റ്റ് ഐറ്റംസും അങ്ങനെയൊക്കെ ബാഗ്, വാലറ്റ്, പേഴ്സ് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ കിട്ടും കേട്ടോ. ഈവൻ ഓർണമെൻറ്റ്സ് വരെ കിട്ടും. ജുംക്ക, കമ്മലുകൾ, മാലകൾ, അങ്ങനെ. ഇതാണ് ഞാൻ പറഞ്ഞത് നെല്ല് കുത്ത് എന്നുള്ളത്. ഇത് 10 രൂപയ്ക്ക് നമ്മൾ നെല്ല് മേടിച്ച് വെച്ചാൽ പുറത്ത് പോയല്ല, 10 രൂപ കൊടുത്താൽ മതി, അവർ കുറച്ച് നെല്ല് അതിനകത്ത് ഇട്ട് തരും. എന്നിട്ട് നമുക്ക് ഇങ്ങനെ കുത്താം. പണ്ട് മഞ്ജുവാരുടെ ഒരു സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ കുത്തുന്നത്. അതിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത്.
കൊള്ളായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ കുത്തിയിട്ട് അതിൽ ഒന്നും തന്നെ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേ ഞാനിങ്ങനെ ആലോചിച്ചു, നമ്മളിപ്പോൾ ജിമ്മിൽ പോവും, നമ്മുടെ ഹെൽത്തിനൊക്കെ ഭയങ്കര ഇഷ്യൂസ് അങ്ങനെയൊക്കെ. പക്ഷെ പണ്ടത്തെ ആൾക്കാർക്കൊക്കെ ചോറ് കഴിക്കണമെങ്കിൽ ഈ പരിപാടി ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അവർ കഴിക്കുന്നു, പണിയെടുക്കുന്നു, കഴിക്കുന്നു, പണിയെടുക്കുന്നു. നമുക്കിപ്പോൾ കഴിപ്പ് മാത്രമേ ഉള്ളൂ. പണിയുണ്ട് എന്നാലും കായികമായിട്ട് ഫിസിക്കലി നമ്മളധികം ഒന്നും ചെയ്യാറില്ലല്ലേ. അപ്പം അതിൻ്റെ ഇഷ്യൂസൊക്കെയാണ്. ഇതൊക്കെ ഒരു തെലുങ്കു തമിഴ് സിനിമയിലൊക്കെ കണ്ട പോലെ തന്നെയല്ലേ. ഞാൻ ഭയങ്കര വിനിയാണ്. ഇത് കാണുമ്പോൾ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, നമ്മളിപ്പോൾ നേരം പോക്കിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണല്ലേ പോട്രിയും പെയിൻറ്റിങ്ങും അങ്ങനെയൊക്കെ. ഈ പോട്രി എന്നൊക്കെ പറയുമ്പം ലൈഫിൽ ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊരാഗ്രഹമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഇപ്പോഴത്തെ നേരമ്പോക്കുകളൊക്കെ അന്നത്തെ ആൾക്കാരുടെ ഉപജീവന മാർഗമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ സേവ് ദ ഡേറ്റ്, അതാണ് ഇപ്പോൾ കണ്ടത്. അതൊരു തമിഴ്നാട് ഒരു വൈബിലുള്ള ഒരു സ്ഥലമാണ്, ഒരു അഗ്രഹാരം വൈബ്. അവിടെ വെച്ചിട്ട് സേവ് ദ ഡേറ്റും ഷൂട്ടുകളൊക്കെ കുറേ നടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കല്യാണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ഷോപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, അതിനവരുടെ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സിനും അതുപോലെ ക്രാഫ്റ്റ് ഐറ്റത്തിനും കൂടുതലും ക്രാഫ്റ്റ് ഐറ്റത്തിനൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ. 5,000 3,000 അങ്ങനെയൊക്കെ റേറ്റ് വരുന്നുണ്ട്. കാരണം അത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്, അതുകൊണ്ട് തന്നെയാണ്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ വീടുകളാണ് കേട്ടോ. ആയിരിക്കുമല്ലോ. പത്തായൊക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഇതൊക്കെ സിനിമകളിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതൊക്കെ കണ്ടതോടുകൂടി ഞാൻ മനസ്സിൽ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഹെറിറ്റേജ് വൈബിലുള്ള ഒരു സ്ഥലത്ത് എപ്പോഴെങ്കിലും പോയി ഒരു സ്റ്റേക്കേഷനോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ടീക്കേഷനെങ്കിലും നിൽക്കാനല്ല ലൈക്ക് അതിനെങ്കിലും പോകാൻ പറ്റണം എന്നെനിക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഇതുപോലെ ഏതോ ഒരു തറവാട്ടിൽ ജനിച്ചതായിരിക്കും. ആ ആമാടപ്പെട്ടിയൊക്കെ കണ്ടില്ലേ, എന്ത് രസമല്ലേ. ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ സമയമായി, ഞങ്ങളൊരു ഓട്ടത്തിലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ ഈ എന്തൊക്കെ കാണിച്ചു തന്നോ അതിൻ്റെ ഇരട്ടി ഭംഗിയാണ് കേട്ടോ ഇത് നേരിട്ട് കാണാനായിട്ടും. അപ്പോൾ ഷുവറായിട്ടും നിങ്ങളിത് നേരിട്ട് തന്നെ പോയി കാണാം. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്, ചെന്നൈയിൽ തന്നെയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാലോ, ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ സൈഡിലൊരു കുട്ടി ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി അങ്ങോട്ട് എനേബിൾ ചെയ്യണം. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഡെയിലി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത ഒരു അടിപൊളി വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. വെയിറ്റ് ഫോർ ദാറ്റ് വീഡിയോ. അൻടിൽ ദെൻ ബൈ.